നമസ്കാരം. ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം. അതിൻ്റെ പേര് ജിതിൻ ജോസ് എന്നാണ്. അതിൻ്റെ ഹാൻഡിൽ നെയിം ജിതിൻ ജോസ് റൈറ്റർ എന്നാണ്. അപ്പോൾ ഞാനെൻ്റെ എഴുത്തിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ ഇതുവരെ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ എഴുതുന്നത് കൂടുതലും ചെറുകഥകളാണ്. പിന്നെ നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, നാടകത്തിനും ഷോർട്ട് ഫിലിമിനൊക്കെ വേണ്ടിയിട്ട്. പക്ഷേ ഈ എഴുത്ത് തുടങ്ങുന്നത് കവിതകളിൽ നിന്നാണ്. എന്നാൽ ഈ കവിത എഴുത്ത് എനിക്ക് തുടങ്ങിയ ഉടനെ തന്നെ നിർത്തേണ്ടി വന്നു. ഞാൻ ആ ഒരു എക്സ്പീരിയൻസാണ് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ രചനാ മത്സരങ്ങളിലൊന്നും പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. കാരണം അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. എൻ്റെ എഴുത്തിനെക്കുറിച്ച് എനിക്ക് വലിയൊരു മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എഴുതാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഒരു കവിത എഴുതി. ആ കവിത ഒരു വെള്ളക്കടലാസിൽ പകർത്തി ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തു. സുഹൃത്തെന്ന് പറയുമ്പോൾ ഈ രചനാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് ഒരുപാട് സമ്മാനങ്ങളൊക്കെ മേടിക്കുന്ന, കോളേജിലും സ്കൂളിലൊക്കെ സ്റ്റാറായി നിൽക്കുന്ന ചിലരെ നിങ്ങൾക്കറിയാലോ. അങ്ങനെ ഒരാൾക്കാണ് ഞാൻ കൊടുത്തത്. ഞാനൊരു വെള്ളക്കടലാസിൽ ഈ കുറച്ച് വരികൾ എഴുതി. ആ വരികൾ ഞാനിവിടെ കൊടുക്കാം. പെയ്തൊഴിയാതെ പെയ്തൊഴിയാതെ മനസ്സിൽ കാർമേഘം അലതല്ലുന്നു. കാറ്ററിയാതെ കനവറിയാതെ ജീവിതയാമങ്ങൾ പൊഴിഞ്ഞകലുന്നു. മനസ്സെന്ന മരുഭൂമിയിൽ മിഴിനീർ പൊഴിച്ച് നനവേകുവാൻ ഞാൻ നിലച്ചു. കാറ്റതിൻ ദിശ ഏതെന്നറിയാതെ ജീവിത തോണി ആടിയുലഞ്ഞു. ഹിമമുരുകുമ്പോൾ ഉരുകുമൻ ഭാവങ്ങൾ മോക്ഷത്തിൻ പാത തേടി അലഞ്ഞു. നമിക്കുന്നു ഞാൻ ഗോപുരങ്ങളെ, ഗോപുരമൂർത്തികളെ. ഭജിക്കുന്നു ഞാൻ ഭാവത്തെ, ത്യജിക്കുന്നു ഞാൻ മോഹത്തെ. അർത്ഥമേകുന്ന വേദസൂത്രത്തിൻ ദിവ്യഭാവം ഞാനറിഞ്ഞു. ജന്മമേകുന്ന നിത്യജ്ഞാനം ഞാനറിഞ്ഞു. ജീവനേകുന്ന കാറ്റിനെ ഞാനറിഞ്ഞു. എന്നിട്ടുമെൻ മിഥ്യയിൽ ജീവൻ എന്ന വാക്കിനെന്തർത്ഥം? ഈ ഒരു വരികളാണ് ഞാൻ എഴുതിയത്. ആക്ച്വലി ഈ വരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു ആത്മസംഘർഷവും, അയാൾ ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടുപോവുകയും പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭക്തിയുടെ മാർഗത്തിലോട്ട് പോവുകയും എന്നിട്ട് പിന്നീട് അറിവുകൾ സമ്പാദിക്കാൻ പോവുകയും അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും അയാൾക്കൊരു സമാധാനം കിട്ടുന്നില്ല. അയാൾക്ക് അയാളുടെ ജീവിതത്തെക്കുറിച്ചൊരു സന്തോഷമോ അർത്ഥമോ ഒന്നും മനസ്സിലാകുന്നില്ല. അതായിരുന്നു കവിതയുടെ സാരാംശം. അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോടെ ഈ കുറച്ച് വരികൾ എഴുതിയിട്ട് ഞാൻ എൻ്റെ ആ സുഹൃത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ ആ സുഹൃത്ത് ഒരു ബെഞ്ചിൽ മറ്റുള്ളവരുടെ നടുക്കായിട്ട് ഇരിക്കുകയായിരുന്നു. അയാളുടെ ചുറ്റും എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാവും, ആരാധകരുണ്ടാവാറുണ്ട്. ഞാൻ ഇങ്ങനെ അർത്ഥമുള്ള കവിതയൊക്കെ എഴുതിയിട്ട് അയാളുടെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അയാൾ അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ ഒരു സ്റ്റാറൊക്കെ ആകാമല്ലോ എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഒരു കവിതയുമായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവൻ ഈ കവിത എടുത്ത് വായിച്ചു നോക്കി. അവൻ ആ വായിച്ചു നോക്കിയിട്ട് 2 വെട്ടാണ് വെട്ടിയത് പേജിലോട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അത് കണ്ടു നിന്ന ബാക്കിയുള്ളവർക്ക് ഭയങ്കര ഒരു ഇൻസൾട്ടിങ് പോലെ ഫീൽ ചെയ്തു. അപ്പോൾ എന്നോട് പലരും ചോദിച്ചു, എന്തിനാണ് നീ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തതെന്നൊക്കെ ആളുകൾ ചോദിച്ചു. അവൻ എന്നിട്ട് ഈ പേജ് മറച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു 4 വരി കവിത എഴുതി തന്നു. അപ്പോൾ എന്നോട് മറ്റു സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ആ ജാട തെണ്ടിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ കവിത കൊണ്ടുപോയി കൊടുത്തത്? നിന്നെ അവൻ ഇൻസൾട്ട് ചെയ്തതല്ലേ, നിനക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അതൊന്നും അല്ല എൻ്റെ ഉള്ളിലോട്ട് കയറിയത്. ഇവൻ മറുപടിയായിട്ട് എഴുതി തന്ന ആ 4 വരി കവിത അതായിരുന്നു എൻ്റെ മനസ്സിലുടക്കിയത്. കാരണം വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള വളരെ മികച്ചൊരു കവിത. എനിക്കിപ്പോഴും സംശയമുണ്ട്, അവൻ തന്നെ എഴുതിയതാണോ അതോ മറ്റ് വലിയ കവികൾ എഴുതിയ കവിതയാണോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ആ വരി ഇവിടെ പറയണില്ല. എന്തായാലും വളരെ മികച്ച 4 വരികളാണ് അവൻ എഴുതി തന്നത്. അവൻ എഴുതി തന്നതിൻ്റെ സാരാംശം ഇതായിരുന്നു: കവിത എന്നുള്ളത് ഇങ്ങനെ ഇരിക്കണം, അതല്ലാതെ ഞാൻ എഴുതി ഉണ്ടാക്കിയ പോലത്തെ സാധനമല്ല കവിത എന്ന് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്, എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവൻ ആ 4 വരി എഴുതി തന്നത്. പക്ഷേ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ അപമാനിതനായിട്ട് തിരിച്ചു പോന്നപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷയോടെയൊക്കെയല്ലോ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ തിരിച്ചു കിട്ടുന്നത് ഒരു വലിയൊരു ഇൻസൾട്ടാണ്. അപ്പോൾ എൻ്റെ ഉള്ളിലൊരു വാശി തോന്നി, ഇവനൊരു മറുപടി എഴുതണം. കാരണം ഇവൻ ഇത്ര സ്റ്റാൻഡേർഡായിട്ടൊരു കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടിയും നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് ഈ കവിത ഇരുന്ന് വായിച്ച് ഇതിനെ പറ്റിയൊരു മറുപടി ആലോചിച്ചുകൊണ്ടിരിക്കുക. അതത്ര എളുപ്പമായിരുന്നില്ല. കാരണം
അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളും ഇതും എല്ലാം വളരെ നിലവാരമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇവനൊരു മറുപടി കൊടുക്കാതിരിക്കാനും പറ്റില്ല. അങ്ങനെ വീട്ടിലിരുന്ന് രാത്രി തലപുകഞ്ഞ് ആലോചിച്ചിട്ട് ഞാനിതിന് 4 വരി മറുപടി എഴുതി. ഒരു തൂലികത്തുമ്പിലൂടെ എൻ രക്തവും അടർന്നു വീഴുമ്പോൾ, ഇരവുകൾ കറുത്ത ശീലകൾ നീക്കി എൻ ശിരസും പതിയെ മൂടുമ്പോൾ, വരിക നീ ഒരു ചെറു പുഞ്ചിരിയുമായി, ഒരു കൈപ്പിടി നിറയെ പുഷ്പങ്ങളുമായി. ഈ 4 വരി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം പുള്ളി എഴുതിയ വരികളുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു മറുപടിയാണ്, പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മറുപടിയാണ് എന്നൊക്കെ തോന്നി. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിലോട്ട് ചെല്ലുന്നു. ക്ലാസ്സിൽ ഈ ഒരു കടലാസ് എൻ്റെ പോക്കറ്റിലുണ്ട്. അപ്പോൾ ഇവൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയി കൊടുക്കാം എന്നുള്ള രീതിയിൽ, ഇൻ്റർവെൽ ആകുമ്പോൾ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേ ഇൻ്റർവെല്ലിൻ്റെ സമയത്തിപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വേറൊരു ചിന്ത കൂടി വന്നു. കാരണം ഞാൻ ഇവൻ ഈ കവിത കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ അതും വെട്ടിയിട്ട് അതിലും മുകളിൽ ക്ലാസ്സായ ഒരു സാധനം എഴുതി തരും. പിന്നീട് ഞാൻ അതിനൊരു മറുപടി കണ്ടെത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഉറക്കമൊഴിച്ച് രാത്രി ഇരിക്കേണ്ടി വരും. അപ്പോൾ അതത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. അപ്പോൾ എനിക്ക് തോന്നി കവിതയുടെ വഴിക്ക് ഇനി അങ്ങോട്ട് പോകണ്ട. കാരണം കവിത എന്നുള്ളത് ഇച്ചിരി പ്രയാസമുള്ളൊരു സാധനമാണ്. അങ്ങനെ ഒരു ഇമ്പ്രഷൻ എൻ്റെ മനസ്സിലോട്ട് വന്നു. പിന്നെ ഞാൻ കവിതയൊന്നും എഴുതിയിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ എഴുത്ത് കഥകളിലോട്ടും തിരക്കഥകളിലോട്ടും നോവലുകളിലോട്ടൊക്കെ തിരിച്ചു വിടുകയാണ് ചെയ്തത്. ഇതിന് ശേഷം കവിതയൊന്നും എഴുതാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തതാണ്. ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത അധ്യായങ്ങളിൽ പറയാം. താങ്ക് യു.